ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോളർ മൂവി മീഡിയ. ഇന്നിവിടെ റിവ്യൂ ചെയ്യുന്ന പടത്തിൻ്റെ പേര് അസ്ത്രം. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് കിക്ക് ശ്യാം, നിഴകൽ രവി, വിദേശ് ആനന്ദ് എന്നിവരാണ്. പിന്നെ നിരഞ്ജനി അശോകൻ അങ്ങനെ ഒരാളാണ് ഈ സിനിമയിൽ നായകയായിട്ട് വന്നിരിക്കുന്നത്. ഇവരിന് മുമ്പ് ഏതൊക്കെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. പിന്നെ വിദേശ് ആനന്ദിനെ കുറിച്ച് പറയാനാണെങ്കിൽ സലാറിൽ നമ്മുടെ പ്രഭാസിൻ്റെ ചെറുപ്പമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പടത്തിന് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന അരവിന്ദ് രാജഗോപാൽ എന്ന് പറയുന്ന ഒരു പുതുമുഖ ഡയറക്ടറാണ്. പിന്നെ ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് KS സുന്ദരമൂർത്തി എന്ന് പറഞ്ഞ ഒരാളാണ്. സിനിമാറ്റോഗ്രഫി ബൈ ഏതൊരു കല്യാൺ. പിന്നെ എഡിറ്റഡ് ബൈ ഭൂപതി വേദാഗിരി എന്നിവരാണ്. ഇത്രയാണ് സിനിമയെക്കുറിച്ച് എനിക്കറിയാവുന്നൊരു കാര്യം. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അടിപൊളി പടം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പടത്തിൽ വല്ല നെഗറ്റീവ്സും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇതിൽ എനിക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ഇടയ്ക്ക് ഇങ്ങേരുടെ കൈക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അത് സീനൊന്ന് വിഷ്വലൈസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്ത്. അത് പറഞ്ഞാൽ മാത്രം മതിയായിരുന്നു, അത് വിഷ്വലൈസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നി. അത് വേറെ കുഴപ്പമൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ ഈ ചക്ര എന്ന് പറയുന്ന സിനിമയുണ്ട് വിശാലിൻ്റെ. ആ സിനിമ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതിലിപ്പോൾ മീൻസ് മോഷ്ടിക്കലാണ് ഇതെങ്കിൽ ഒരുപാട് വീട്ടുകളിൽ മോഷണം നടത്തണം. അപ്പോൾ അത് ആരാണ് അതിൻ്റെ കിങ് പിന്നെ ആരാണ് ഇത് നടത്തിയത്, പക്ഷെ മീൻസ് ആ മോഷ്ടിക്കുന്നതിൻ്റെ കിങ് പിന്നെ ആര്, മോഷ്ടിച്ചത് ആര് എന്നുള്ളതാണ് സിനിമയുടെ കഥ. മീൻസ് അതെന്നിട്ട് കണ്ടുപിടിച്ചോ എന്നുള്ളതാണ് സിനിമയുടെ കഥയായിട്ട് വരുന്നത്. ഇനി ഈ കടത്തതിലോട്ട് വരാനാണെങ്കിൽ ഇതിൽ ഒരുപാട് സൂസൈഡ്സ് നടക്കുന്നു. അത് പ്രീ പ്ലാൻഡ് ആണെന്ന് നായകൻ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ഈ പ്രീ പ്ലാൻ ചെയ്തത് ആരാന്ന് കണ്ടുപിടിച്ച് അയാളെ പിടിക്കുന്നു എന്നുള്ളതാണ് സിനിമയുടെ കഥ. അതും തൊട്ട് അവസാനം വരെ ഈ സിനിമ അത്യാവശ്യം എനിക്ക് നല്ലതായിട്ട് നല്ല സൂപ്പർബായിട്ടാണ് ഈ ഫീൽ. സ്ക്രീൻ പ്ലേ വൈസ് ആണെങ്കിൽ അത്യാവശ്യം നൈസാണ്. പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, ചക്ര എന്ന് പറയുന്ന വിഷ്വൽ സിനിമ ഇഷ്ടമുള്ളവർ മാത്രം ഈ സിനിമ കാണാൻ ശ്രമിക്കുക. എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രമാണ് ഈ സിനിമ എനിക്കും അത്യാവശ്യം വർക്കായത്. പിന്നെ ഈ വില്ലനെ റിവീൽ ചെയ്യുന്ന സീനൊക്കെ സൂപ്പർ നിഴകൽ രവി പൊളിച്ചടക്കിയിട്ടുണ്ട്. എനിക്ക് ഇത്രയും തൽക്കാലത്തേക്ക് പറയാനുള്ളൂ. പിന്നെ വയലൻസ് ഒരുപാടുണ്ട്, കുട്ടികളെ കാണിപ്പിക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണിൽ ലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ, അതൊന്ന് അമർത്തി സഹായിക്കുക. അപ്പോൾ ടാറ്റ ബൈ ബൈ, ഡെൽറ്റ വസ്കസ്.